തേക്കോട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കുടുംബസംഗമം സംഘടിപ്പിച്ചു. രാവിലെ മഹല്ല് ഖബർസ്ഥാൻ സിയാറത്തോടെ പരിപാടിക്ക് തുടക്കമായി. വെമ്പലൂർ SB കൺവെൻഷൻ സെന്ററിൽ നടന്ന കുടുംബസംഗമം സയ്യിദ് നജീബ് തങ്ങൾ മദ്നി അന്ത്രോത്ത് ഉദ്ഘാടനം ചെയ്തു. നിയാസ് റഹ്മാനി അധ്യക്ഷത വഹിച്ചു. നവാസ് പാലേരി മാതൃകാ കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. നിയാസ് റഹ്മാനി, അൻസിൽ ഖാദിരി, മഹൽ സെക്രട്ടറി നവാസ് മാസ്റ്റർ, മജീദ് തുൾവാൻശ്ശേരി എന്നിവർ സംസാരിച്ചു. എന്തൊരു മനോഹരമാണ്. നിങ്ങളൊരു വീടുണ്ടാക്കുമ്പോ ആ വീട്ടിന്റെ അയൽപക്കക്കാരൻ ആരെങ്കിലും ആകട്ടെ, ഏത് മതക്കാരനാകട്ടെ, ജാതിക്കാരനാകട്ടെ, നിറക്കാരനാകട്ടെ, മണക്കാരനാകട്ടെ, അവന്റെ നിന്റെ വീട് വെക്കുന്ന സ്ഥലത്തെങ്ങാൻ അവന്റെ വീട്ടിന് പ്രതികൂലമായി വായുസഞ്ചാരം വെളിച്ചം തടഞ്ഞാൽ നിന്റെ വീട് അവിടെ വെക്കാൻ പാടില്ല. അവന് വായുവോ വെള്ളമോ തടസ്സമുണ്ടാക്കാൻ പാടില്ല. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം ഇട്ടുകൊടുത്താൽ സ്വർഗത്തിൽ ഏറ്റവും നല്ല പദവി സമ്മാനിക്കുമെന്ന് പറഞ്ഞ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം കൊടുക്കുക എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വരുന്നത് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അത് വിശാലമായ രാജ്യനിവാസികളോട് ഈ രാജ്യത്തിന്റെ ഈ മനോഹരമായ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറില്ലേ, ലോകരാജ്യങ്ങൾ ഈ രാജ്യത്തെ ഉറ്റുനോക്കുന്നത് ഇവിടുത്തെ വലിയ മഹാശയമുള്ളത് കൊണ്ടാണ്. നാനാത്വത്തിൽ ഏകത്വം. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണ് മണ്ണുപൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെ ഓർക്കണം. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. ഒന്നാണ് മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ. മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ മഹാശയത്തിൽ നിന്നുകൊണ്ട്